ഹലോ ഗായ്സ്, ഇതെന്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ട കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കോ. ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്, കോട്ടും സൂട്ടും ഹെൽമെറ്റ് ഒക്കെ ഇട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഗൈസ്, എന്റെ മുഖം ഇങ്ങനെ ക്ലിഞ്ഞോ എന്നും പറഞ്ഞിരിക്കണം കേട്ടോ. ഗൈസ്, ഞാനും മീനമ്മയും കൂടെ നെടുമങ്ങാട് അരുൺ ഐസ്ക്രീമിന്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഐസ്ക്രീം കേക്ക് കാണുമ്പോൾ ഇവിടുത്തെ ഇങ്ങനെ പറയുമ്പോൾ നല്ല രസമാണ്, ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് റാൻഡുമായിട്ട് എപ്പോഴും പറഞ്ഞതാണ് ഗൈസ് ഞാൻ ഇത്. പക്ഷെ അവരുടെ ബർത്ത്ഡേക്ക് മേടിച്ചിട്ടും കൂടെ വന്നപ്പോൾ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേരെ അമ്പലത്തിൽ പോയി കേട്ടോ. നമ്മളല്ല ഞാൻ. ഇതെനിക്ക് ദേവ് മേടിച്ചെന്ന കമ്മലാണ് കേട്ടോ. എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഗൈസ് രാവിലെ. അങ്ങനെ ട്യൂഷനിൽ പോയി പിള്ളേരുടെ ഭയങ്കര സർപ്രൈസ് ഒക്കെ ഇരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഇതൊക്കെ തന്നെയല്ലേ ഗൈസ് നമ്മുടെ ലൈഫിലെ കൊച്ചു ഹാപ്പിനെസ് എന്ന് പറയണം. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ പ്ലാനറ്റോറിയം പോയി കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി അവിടുത്തെ വിഷ്വൽ റിയാലിറ്റി 3D ഫിലിംസ് അങ്ങനെ എല്ലാം കണ്ടു കേട്ടോ. നമ്മൾ പോയപ്പം ഈ കന്യാകുമാരി സ്കൂളിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ടൂർ ആയിരുന്നു കേട്ടോ. അവർക്ക് അവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ കൈ ഇങ്ങനെ വിരിവിലാ വന്ന് എല്ലാ ചെടിയും എടുക്കാൻ വേണ്ടി. പക്ഷെ എടുക്കാൻ പാടില്ല. ഏത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലേലുമേറിൽ പോയി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ അതും കഴിച്ച് ആംബിയൻസ് ഒക്കെ രക്ഷയായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. ഫുഡിനേക്കാൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട അവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചായയും കുടിച്ച് നേരെ വീട്ടിൽ പോയി. അതുകൊണ്ട്